നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ നിന്റെ ശ്രദ്ധ മുഴുവനും ഇലക്ഷൻ കാര്യങ്ങളിലും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വർമ്മ സാറിന് നിന്നോട് അത്രയ്ക്കും വിശ്വാസമുള്ളതുകൊണ്ടാ നീ ചെയ്ത തെറ്റൊക്കെ നിന്നോട് ക്ഷമിച്ച് വർമ്മ സാറ് നിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം ഇലക്ഷൻ വർക്കിന് സഹായിക്കാൻ ശ്രമിച്ചത്. ഇതേ ബോംബെയിലും ബാംഗ്ലൂരിലും കിടന്ന് പീലി വിരിച്ചാടുന്നത് പോലെയല്ല. കേരള പോലീസിൽ ഒരാളുടെ രോമത്തിൽ മുറിവേൽപ്പിച്ചാൽ ബോംബെയിലെന്നല്ല, ലോകത്തിലേതറ്റത്ത് പോയി അവന്മാരെ ഒളിച്ചാലും അവന്മാരെ കേരള പോലീസ് പൊക്കിയിരിക്കും. അത് അവന്മാർക്ക് മനസ്സിലായിക്കോളും. നീയേ ആ ഫോൺ എടുത്ത് അവന്മാരെ വിളിക്ക. ധൈര്യമായിട്ട് വിളിക്കടാ, അമ്മയല്ലേ പറയുന്നേ. വിളിക്ക്. ഹലോ മസൂദ് ഭായ്, എന്താ രാജു? എനിക്ക് ആക്സിഡന്റ് ഉണ്ടായ അപ്പോ തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി രാജു. പിന്നെ DNA റിപ്പോർട്ട് എവിടെ മിസ്സായി? DNA റിപ്പോർട്ട് എവിടെ വെച്ചായിരിക്കും മിസ്സായെന്നാ മാഡത്തിന് തോന്നുന്നു? ഹോസ്പിറ്റലിൽ വെച്ചെങ്ങാനും. ഹോസ്പിറ്റലില് എന്റെ തിങ്സ് ഒക്കെ വാങ്ങിയത് ഋതിക മാഡം അല്ലേ? അപ്പോ ഋതിക മാഡം തന്നെയാണ് ആ DNA റിപ്പോർട്ട് മാറ്റിയെന്നാണോ മാഡം പറയുന്നത്? രാജു, ഇങ്ങനെ ദേഷ്യപ്പെടരുത്. സോറി മാഡം. നഷ്ടപ്പെട്ട ആ റിപ്പോർട്ടിന്റെ കാര്യം ആലോചിച്ച് സമയം കളയുന്നതിൽ നല്ലത് വീണ്ടും ഒരു DNA ടെസ്റ്റ് കൂടി നടത്തുന്നതല്ലേ? മാഡം ഇതെന്താ ഈ പറയുന്നത്? അതിന് ഇനി എന്തൊക്കെ നിയമ നടപടികൾ വേണോന്നറിയോ? നമുക്ക് തോന്നുമ്പോഴൊക്കെ ചെന്നെടുക്കാൻ പറ്റുന്നതാണോ DNA ടെസ്റ്റ്? ദിവ്യയുടെ കാര്യത്തില് അവളെ സഹായിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം രാജു. അതല്ലേ നല്ലത്? അത് ശരിയാവില്ല മാഡം. നമ്മുടെ മുമ്പിൽ ഇത്ര എളുപ്പത്തില് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉള്ളപ്പോ അത് ഉപേക്ഷിച്ച് മറ്റു വഴികൾ തിരയാൻ ഇറങ്ങുന്നത് ബുദ്ധിമോശ. ആ DNA റിപ്പോർട്ട് എവിടെയാണെന്ന് ഞാൻ തേടി കണ്ടുപിടിക്കാം. രാജു ഇതെവിടേക്കാ? ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക്. ആ റിപ്പോർട്ട് അവിടെ ഇല്ലെങ്കിൽ അവിടുന്ന് നേരെ ആശുപത്രിയിലേക്ക്. രാജു ഞാൻ പറയുന്നത്. രാജു, രാജു ഞാൻ പറയുന്നത്. രാജു, നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ പുറത്തുനിന്ന് കേട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായെന്നും അത് തെരഞ്ഞു നീ പോവുകയാണെന്നും എനിക്ക് മനസ്സിലായി. നീ ആ റിപ്പോർട്ട് തരാൻ പോകണ്ട. അതെന്താ? ഇപ്പൊ നിന്റെ ശ്രദ്ധ മുഴുവനും ഇലക്ഷൻ കാര്യങ്ങളിലും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വർമ്മ സാറിന് നിന്നോട് അത്രയ്ക്കും വിശ്വാസമുള്ളതുകൊണ്ടാ നീ ചെയ്ത തെറ്റൊക്കെ നിന്നോട് ക്ഷമിച്ച് വർമ്മ സാറ് നിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം ഇലക്ഷൻ വർക്കിന് സഹായിക്കാൻ ശ്രമിച്ചത്. നീ ഇപ്പൊ തിരഞ്ഞിറങ്ങാൻ നോക്കിയ ഈ DNA റിപ്പോർട്ട് വർമ്മ സാറിന്റെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ടൊന്നുമല്ലല്ലോ. മുമ്പായിരുന്നു വെച്ചാ, പക്ഷെ ഇപ്പോ അല്ല. വേണ്ട മോനെ, നീ അതിന്റെ പുറകെ പോകണ്ട. അച്ഛാ, അതങ്ങനെയല്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പോയി അന്വേഷിച്ചോളാം. നിന്റെ ചിന്തയിലും വിചാരത്തിലും വർമ്മ സാറും വരുന്ന ഇലക്ഷനും മാത്രം ഉണ്ടായാ മതി. മനസ്സിലായോ? മനസ്സിലായച്ചാ. നീ ചെല്ല്. ഋതിക മാഡം, ഇത് ഞാൻ നോക്കിക്കോളാം. ശരി അങ്കിളെ.
ഇതാ ശ്രീലക്ഷ്മി. അമ്മ വിളിച്ചായിരുന്നു ഹരീഷ്. രാജുവേട്ടന് കുറവുണ്ടോ? ഏട്ടന് നന്നായി ഭേദമായി. ഏട്ടൻ വീണ്ടും വർമ്മ സാറിനൊപ്പം ജോയിൻ ചെയ്തു. അതെ, എന്റെ പഠിത്തത്തിന്റെ കാര്യത്തില് എന്ത് സഹായം വേണമെങ്കിലും വർമ്മ സാറ് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുള്ളതാ. നമുക്ക് വർമ്മ സാറിനെ ഒന്ന് പോയി കണ്ടാലോ? ഏയ്, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. അഡ്മിഷൻ ഫീസിനുള്ള പണം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ആണോ? എവിടുന്ന്? അത് വലിയ തുകയല്ലേ? ഹരീഷ് ഇങ്ങനെ അത്രയും തുക ഇപ്പോ? അതെ, താൻ ചൂടാവരുത്. എന്താ? ഞാനേ എന്റെ കഴുത്തി കിടന്ന മാല അങ്ങ് വിറ്റു. എന്ത് പണിയാ ഹരീഷ് നീ കാണിച്ചത്? അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇനി വിൽക്കാൻ എന്താ ബാക്കിയുള്ളേ? ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും ഇങ്ങനെ ഓരോ ഓർണമെന്റ്സ് വിൽക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? വർമ്മ സാറിനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഏത് കോളേജിലാണെന്ന് പറയേണ്ട താമസം. അഡ്മിഷൻ റെഡിയാക്കി തന്നേനെ. ഏയ്, അതൊന്നും ശരിയാവില്ലടോ. അവരെ എല്ലാരെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടാ നമ്മുടെ വിവാഹം അധികം നടത്തി തന്നത്. നന്നായി ജീവിച്ചു കാണിക്കണമെന്ന് വർമ്മ സാർ പറഞ്ഞത് ഓർമ്മയില്ല തനിക്ക്. എന്നിട്ട് വർമ്മ സാറിന്റെ അടുത്തേക്ക് തന്നെ ആവശ്യങ്ങളും പറഞ്ഞ് ചെല്ലുന്നത് ശരിയാണോ? ശരി, ഇപ്പൊ മാല വിറ്റ് അഡ്മിഷൻ ഫീസ് അടച്ചു. ഇനിയും ഇല്ലേ 100 കൂട്ടം കാര്യങ്ങള്. ടെക്സ്റ്റുകൾ വാങ്ങണം, കോളേജ് ഫീസ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലേ കോഴ്സ് കഴിയുന്നത് വരെ ഫീസ് അങ്ങനെ നീണ്ടുപോകും. കാശ് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? മോൻ പോയി ആ അഡ്മിഷൻ ഫീസ് തിരിച്ചു വാങ്ങിക്കൊണ്ടുവാ. പിന്നെ ഒരു ഡിഗ്രി കൊണ്ട് ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ നോക്കാം. ആദ്യം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാം, എന്നിട്ട് മതി മുന്നോട്ടുള്ള പഠിത്തം. എടോ, അതൊന്നും ശരിയാവില്ല. എനിക്ക് തന്നെ പഠിപ്പിക്കണം. പഠിപ്പിച്ച് വലിയൊരു നിലയിലാക്കണം. താൻ കൈ നിറച്ച് ശമ്പളം വാങ്ങുന്നത് കണ്ട് അമ്മ തന്നെ സ്വീകരിക്കാൻ വരും. ഒരു ചില്ലി കാശി അമ്മയ്ക്ക് കൊടുക്കില്ല. അപ്പോഴേക്കും എന്റെ സ്വന്തം അധ്വാനത്തിൽ അമ്മ പണിത വീടിന്റെ നേരെ എതിർവശത്ത് ഞാൻ വേറൊരു വീട് വെക്കും. കൊള്ളാലോ ആഗ്രഹങ്ങള്. എന്തോ ജോലി ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അതൊക്കെ റെഡിയായിട്ടുണ്ട്. തന്നെ എനിക്ക് പഠിപ്പിക്കണ്ടേ? എന്ത് ജോലിയാ? എന്റെ പരിചയത്തിലൊരു ചേട്ടന്റെ ഓട്ടോറിക്ഷ ഓടിക്കാൻ. ഓട്ടോറിക്ഷ ഓടിക്കാനോ? ഞാൻ ഒരുപാട് അന്വേഷിച്ചു. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എവിടെ ജോലി കിട്ടാനാ? ഇത് തൽക്കാലത്തേക്ക് മാത്രം. മറ്റൊരു ജോലി ശരിയാവുന്നത് വരെ നല്ലൊരു വരുമാനമുള്ള ജോലി വേണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.